നമസ്കാരം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തൊരു പരിചയമില്ല എനിക്ക്. എന്നാലും ഒരു അത്യാവശ്യമായതുകൊണ്ട് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ വയനാട്ടിൻ്റെ കാര്യമൊക്കെ കേട്ട് നമ്മൾ തന്നെ എല്ലാവരും ഷോക്കായിട്ടിരിക്കുകയാണ്. ഞാൻ സഹിതം എല്ലാവരും ഷോക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഓരോ ദിവസം ന്യൂസ് ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും. അപ്പോൾ ആ ഉണ്ടായ ഫാമിലിയുടെ ഉള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത കുറേ സിറ്റുവേഷൻസാണ് അവർ കടന്നു പോയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണ്. അതായത് കോഴിക്കോട് വിളങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് സമാനമായ സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരുപാട് ന്യൂസിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒന്നും ഇത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരുപാട് പേര് ഇപ്പോൾ കുറച്ച് പേര് വീഡിയോസ് ചെയ്തിരുന്നു, എന്നാലും ഭയങ്കരമായിട്ടൊരു പബ്ലിസിറ്റി കിട്ടിയതായിട്ട് കാണുന്നില്ല. അവിടെ ഭാഗ്യവശാൽ ആൾക്കാരൊക്കെ ഷിഫ്റ്റ് ചെയ്തു എന്നാണ് കേട്ടത്. അങ്ങനെ ആർക്കും അപായമോ അപകടമോ ഒന്നും ഇല്ലെന്നാണ് കേട്ടത്. പക്ഷെ അവിടെയും അവർക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ വീട് മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഫാമിലി എല്ലാം അവിടെയാണ്. അവർ നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ അവരുടെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെ അവിടെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഷോക്കിലാണ് അവർ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കും നമ്മുടെ നെഞ്ചും വിങ്ങുന്ന പോലെ തോന്നി. അപ്പം സഹായിക്കാൻ പറ്റുന്നവർ അവിടെ വയനാട്ടിലേക്ക് നമുക്ക് സാധനങ്ങളെല്ലാം എത്തുന്നുണ്ട്. അപ്പം ഇവിടത്തേക്ക് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിക്കാൻ പറ്റുന്നവർ എത്തിക്കുക. ഒരുപാട് പേര് സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്.